ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിനൂസ് ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പോണൻറ്റ്സ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന ചാപ്റ്ററാണ്. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിൻ്റെ ചാപ്റ്റർ 2 ആണിത്. അതുപോലെ തന്നെ +1 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിൻ്റെ ചാപ്റ്റർ 3 ആയിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണിത്. ഈ ക്ലാസ്സിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തു. ഇപ്പോൾ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതിനുശേഷം ഈ ഒരു ഭാഗം പഠിക്കാൻ തുടങ്ങുക. അതോടൊപ്പം പാർട്ട് 1 കണ്ടവരെല്ലാം ആ ടോപ്പിക്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പോൾ ബിനൂസ് ട്യൂട്ടോറിയൽസ് എന്ന ഈ ചാനലിനെ സംബന്ധിച്ചിടത്തോളം 2021 നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണിത്. +1കാർക്ക് വേണ്ടിയാണ് ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ക്രിസ്മസും അതുപോലെ തന്നെ ന്യൂ ഇയർ എല്ലാം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം 2021 നിങ്ങളെ സംബന്ധിച്ച്, അതായത് +1 പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. നമുക്കറിയാം, നമ്മുടെ സീനിയേഴ്സിൻ്റെ +2 കുട്ടികളുടെ എല്ലാം ടൈം ടേബിൾ എല്ലാം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ എക്സാം എന്തായാലും ഉണ്ടാവാനാണ് സാധ്യത. ഇതുവരെ എക്സാംസ് ഉണ്ടാവില്ല എന്നൊന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പരീക്ഷ എന്തായാലും, പബ്ലിക് എക്സാം നമുക്ക് എന്തായാലും അഭിമുഖീകരിക്കേണ്ടി വരും എന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഇപ്പോഴേ നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളെല്ലാം നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ പഠിക്കാനായിട്ട് തുടങ്ങുക. അങ്ങനെയെങ്കിൽ ആ പരീക്ഷയുടെ സമയമാകുമ്പോൾ നമുക്ക് ടെൻഷനൊന്നും ഇല്ലാതെ നന്നായിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ച് നല്ലൊരു വിജയത്തിലേക്ക് എത്തട്ടെ എന്നും ആശംസിക്കുന്നു. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം +1 പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അധികം വൈകാതെ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിൽ പെരിഫറൽസ് ആൻഡ് പോർട്സ് വരെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ അടുത്തൊരു ഹാർഡ്വെയർ പാർട്ടിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, മെമ്മറി. അപ്പോൾ കമ്പ്യൂട്ടർ മെമ്മറി എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. മെമ്മറി ഈസ് എ പ്ലേസ് where we can store data, instructions and results temporarily or permanently. കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റാസും ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ റിസൾട്ട്സും താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടോ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. മനസ്സിലായോ? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ചില ഡെഫിനേഷൻസ് ഒക്കെ പഠിക്കും അല്ലേ? ചിലപ്പോൾ എക്സാം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ മറന്നു പോകും. ടെമ്പററി ആയിട്ടാണ് നമ്മുടെ മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്യുന്നത്. അതേസമയം ഞങ്ങൾ ചെറിയ ക്ലാസ്സുകളെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളുണ്ട്. എങ്ങനെ ആൽഫബറ്റ്സ്, അതുപോലെ തന്നെ അഡീഷൻ നടത്തുന്നത് എങ്ങനെ, സബ്ട്രാക്ഷൻ നടത്തുന്നത് എങ്ങനെ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. മെമ്മറിയിൽ എപ്പോഴും പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെ കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്നത് ഒരു പ്ലേസ് ആണ്. അവിടെ ഡാറ്റാസും ഇൻസ്ട്രക്ഷൻസും എല്ലാം ടെമ്പററി ആയിട്ടും അതുപോലെ തന്നെ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടൊക്കെ സ്റ്റോർ ചെയ്യും. ഈ മെമ്മറിയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേതാണ് പ്രൈമറി മെമ്മറി, രണ്ടാമത്തേത് സെക്കൻഡറി മെമ്മറി. ഇനി എന്താണ് പ്രൈമറി മെമ്മറി എന്ന് നോക്കാം. ഇറ്റ് ഹോൾഡ്സ് ഡാറ്റ, ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ് ആൻഡ് റിസൾട്ട്സ് ഓഫ് ഓൺ ഗോയിങ് ജോബ്സ് ടെമ്പററി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടെമ്പററി ആയിട്ട്, അതായത് താൽക്കാലികമായിട്ട് ഡാറ്റാസും അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന പ്രോസസ്സിൻ്റെ റിസൾട്ട്സും ഇന്റർമീഡിയറ്റ് റിസൾട്ട്സും ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൈമറി മെമ്മറി ഉപയോഗിക്കുന്നത്. അടുത്തത് സെക്കൻഡറി മെമ്മറി. ഇറ്റ് ഹോൾഡ്സ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ പെർമനൻ്റ്ലി. സെക്കൻഡറി മെമ്മറിയിൽ ഹോൾഡ് ചെയ്യുന്ന ഡാറ്റാസും ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിരിക്കും. സ്ഥിരമായിട്ട് എപ്പോഴും അവിടെ തന്നെ ആ ഡാറ്റാസും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെയാണ് മെമ്മറിയിലെ കമ്പ്യൂട്ടർ മെമ്മറിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. ഇപ്പോൾ ഈ മെമ്മറിയെക്കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് ഡിഫറെൻറ്റ് മെമ്മറി മെഷറിംഗ് യൂണിറ്റ്സിന് നമുക്കൊന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ മെമ്മറി മെഷർ ചെയ്യുന്നത്, അതിൻ്റെ യൂണിറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കറിയാം ബിറ്റ് എന്താണെന്നൊക്കെ നമുക്കറിയാം അല്ലേ? അതായത് ബൈനറി ഡിജിറ്റിനെയാണ് നമ്മൾ 1 ബിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ 4 ബിറ്റ്സിനെയാണ് 1 നിബിൾ എന്ന് പറയുന്നത്. ദെൻ 8 ബിറ്റ്സ് കൂടി കഴിഞ്ഞാൽ 1 ബൈറ്റ് എന്ന് പറയും. അതുപോലെ 1 കിലോ ബൈറ്റ് ഈക്വൽ ടു 1024 ബൈറ്റ്സ്. അതുപോലെ 1 മെഗാബൈറ്റ് ഈക്വൽ ടു 1024 കിലോ ബൈറ്റ്സ്. ദെൻ 1 ഗിഗാബൈറ്റ് ഈക്വൽ ടു 1024 മെഗാബൈറ്റ്. 1 ടെറാബൈറ്റ് ഈക്വൽ ടു 1024 ഗിഗാബൈറ്റ്. ദെൻ 1 പെറ്റാബൈറ്റ് ഈക്വൽ ടു 1024 ടെറാബൈറ്റ്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈമറി മെമ്മറി, പ്രൈമറി സ്റ്റോറേജിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. പ്രൈമറി മെമ്മറി ഈസ് എ സെമി കണ്ടക്ടർ മെമ്മറി ദാറ്റ് ഈസ് ആക്സസ്ഡ് ഡയറക്ട്ലി ബൈ ദ CPU. നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്ന
ഒരു സെമി കണ്ടക്ടർ മെമ്മറിയാണ് പ്രൈമറി മെമ്മറി അഥവാ പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിങ് ഡാറ്റ അറ്റ് ഹൈ സ്പീഡ്. വളരെ സ്പീഡിൽ ഡാറ്റാസിനെ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും പ്രൈമറി സ്റ്റോറേജ് ഉപയോഗിക്കുന്നത് വഴി സാധിക്കും. പ്രധാനമായിട്ടും പ്രൈമറി മെമ്മറിയിൽ 3 തരത്തിലുള്ള മെമ്മറീസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് റാം. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, അതിൻ്റെ ചുരുക്ക രൂപമാണ് റാം. അടുത്തത് റോം, റീഡ് ഓൺലി മെമ്മറി. ദെൻ ക്യാഷെ മെമ്മറി. ഇപ്പോൾ പ്രൈമറി സ്റ്റോറേജിൽ വരുന്ന 3 ടൈപ്പ് ഓഫ് മെമ്മറി ആണ് റാം, റോം ആൻഡ് ക്യാഷെ മെമ്മറി. ഇനി എന്താണ് റാം എന്ന് നോക്കാം. റാൻഡം ആക്സസ് മെമ്മറി. പേരിൽ തന്നെ റാൻഡം ആക്സസ് മെമ്മറി, ആ പേരിൽ തന്നെയുണ്ട് റാൻഡം ആക്സസ് മെമ്മറി എന്താണെന്ന്. അതായത് നമുക്ക് റാൻഡം ആയിട്ട് ഡാറ്റാസിനും ഇൻസ്ട്രക്ഷനും എല്ലാം ആക്സസ് ചെയ്യാനായിട്ട് റാം ഉപയോഗിക്കുന്നതിലൂടെ റാമിലൂടെ സാധിക്കും. ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് ആൻഡ് റിട്രീവ്ഡ് അറ്റ് റാൻഡം ഫ്രം എനിവെയർ വിത്തിൻ ദ റാം നോ മാറ്റർ വെയർ ദ ഡാറ്റ ഈസ്. അതായത് ഡാറ്റാസിനെ റാമിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാം, അതുപോലെ തന്നെ റിട്രീവ് ചെയ്യാം. സ്റ്റോർ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് ഡാറ്റാസിനെ റാമിലേക്ക് പ്ലേസ് ചെയ്യുന്നതിനെയാണ് സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത്. റിട്രീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ റാമിൽ നിന്ന് ഡാറ്റാസിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്, അതായത് എടുക്കുന്ന പ്രോസസ്സിനെയാണ് റിട്രീവ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് റാൻഡം ആയിട്ട് ഓർഡർ ഒന്നുമില്ല, അത് എവിടെ നിന്ന് വേണമെങ്കിലും റാമിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഡാറ്റാസിനെ എടുക്കാം, അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യാം. ആ ഡാറ്റയുടെ പ്ലേസ് ഏതാണെന്നൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, അതായത് റാൻഡം ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് ഈ മെമ്മറിക്ക് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പേര് വന്നത്. അപ്പോൾ ഒന്നുകൂടി ഈ ഒരു പോയിന്റ് വായിച്ചു നോക്കാം. ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് ആൻഡ് റിട്രീവ്ഡ് അറ്റ് റാൻഡം ഫ്രം എനിവെയർ വിത്തിൻ ദ റാം നോ മാറ്റർ വെയർ ദ ഡാറ്റ ഈസ്. റാം ഈസ് എ വോളറ്റൈൽ മെമ്മറി. റാം എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. ഇപ്പോൾ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുമ്പോൾ എന്താ, അതായത് നമ്മൾ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ച ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ലോസ്റ്റ് ആവും, നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് റാം എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. അടുത്തത്, ദ സ്പീഡ് ഓഫ് എ റാം റെഫേഴ്സ് ടു ഹൗ ഫാസ്റ്റ് ദ ഡാറ്റ ഇൻ മെമ്മറി ഈസ് ആക്സസ്ഡ്. റാമിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്താ, എത്ര ഫാസ്റ്റിലാണ് നമുക്ക് മെമ്മറിയിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയുന്നത്, അതിനെയാണ് റാമിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി മെഷർഡ് ഇൻ മെഗാ ഹെർട്സ്. മെഗാ ഹെർട്സിലാണ് റാമിൻ്റെ സ്പീഡ് നമ്മളെപ്പോഴും മെഷർ ചെയ്യും. ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് റാം ഈസ് 2 GB ആൻഡ് അബവ്. അതായത് റാൻഡം ആക്സസ് മെമ്മറിയുടെ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 GB അതിന് മുകളിലാണ്. വെൻ എ കമ്പ്യൂട്ടർ ഈസ് ഇൻ യൂസ് ഇറ്റ്സ് റാം കണ്ടെയ്ൻസ് ദ ഫോളോയിങ്. നമ്മൾ കമ്പ്യൂട്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റാമിലുണ്ടാവുന്ന അല്ലെങ്കിൽ റാമിൽ സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ. നിങ്ങൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയറിലാണ് വർക്ക് ചെയ്യുന്നത്, അത് എപ്പോഴും എവിടെയായിരിക്കും, റാമിലായിരിക്കും ഉണ്ടാകുന്നത്. അതായത് നിങ്ങൾ വിൻഡോസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ അപ്പോൾ സ്റ്റോർ ചെയ്യുന്നത് റാൻഡം ആക്സസ് മെമ്മറിയിലായിരിക്കും. അടുത്തത്, ദ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ കറൻ്റ്ലി ബീങ് യൂസ്ഡ്. നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും റാൻഡം ആക്സസ് മെമ്മറിയിലാണ് ഉണ്ടാവുന്നത്. ദെൻ എനി ഡാറ്റ ദാറ്റ് ഈസ് ബീങ് പ്രോസസ്ഡ്. നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡാറ്റാസ്, കറൻ്റ്ലി നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റാസ് എല്ലാം റാൻഡം ആക്സസ് മെമ്മറിയിലാണ്. അപ്പോൾ ഇത്രയുമാണ് റാൻഡം ആക്സസ് മെമ്മറിയിൽ വരുന്നത്. അടുത്തത്, റീഡ് ഓൺലി മെമ്മറി അഥവാ റോം. റോം ഈസ് എ പെർമനൻറ്റ് മെമ്മറി ദാറ്റ് ക്യാൻ പെർഫോം ഓൺലി റീഡ് ഓപ്പറേഷൻസ് ആൻഡ് ഇറ്റ്സ് കണ്ടൻസ് cannot be easily altered. റോം എന്ന് പറയുന്ന ഒരു പെർമനൻറ്റ് മെമ്മറിയാണ്. ഇപ്പോൾ റോമിൽ നമുക്ക് റീഡ് ഓപ്പറേഷൻസ് മാത്രമേ നടത്താൻ സാധിക്കൂ. അപ്പം അതുകൊണ്ടാണ് അതിന് റീഡ് ഓൺലി മെമ്മറി എന്ന് പേര് വന്നത്. അപ്പം അതിലെ കണ്ടൻസ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുന്നത്, അതായത് ഈസി ആയിട്ടൊന്നും നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല റോമിലെ കണ്ടൻസ് എന്ന് പറയുന്നത്. റോം ഈസ് നോൺ വോളറ്റൈൽ. റോം എന്ന് പറയുന്നത് ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് ദ കണ്ടൻസ് ആർ റീറ്റെയിൻഡ് ഈവൻ ആഫ്റ്റർ ദ പവർ ഈസ് സ്വിച്ച്ഡ് ഓഫ്. അതായത് പവർ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും റോമിലുള്ള കണ്ടൻസ് അവിടെ റീറ്റെയിൻ ചെയ്യും, നിലനിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് റോം എന്ന് പറയുന്നത് ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. നെക്സ്റ്റ് വൺ, റോം ഈസ് യൂസ്ഡ് ഇൻ മോസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ടു ഹോൾഡ് എ സ്മോൾ സ്പെഷ്യൽ പീസ് ഓഫ് ബൂട്ടപ്പ് പ്രോഗ്രാം നോൺ ആസ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ബയോസ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സാധാരണഗതിയിൽ റോം യൂസ് ചെയ്യുന്നത് ബൂട്ടപ്പ് പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബൂട്ടപ്പ് പ്രോഗ്രാം എന്താണെന്ന് അറിയാലോ. അതായത് നിങ്ങൾക്കറിയാം, നമ്മൾ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അത് ഓൺ ആവുന്നതിന് വേണ്ടി കുറച്ച് സമയം എടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിനെ എന്താ പറയുന്നത്, ബൂട്ടിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ എന്നാ പറയുന്നത്. അതായത് കമ്പ്യൂട്ടർ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബൂട്ടിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ആ ഒരു സമയത്താണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നതെല്ലാം ആ ഇനിഷ്യൽ ടൈമിലാണ്, സ്വിച്ച് ഓൺ ചെയ്ത് വരുന്ന ആ ഒരു സമയത്താണ്. ആ ഒരു സമയത്ത് നമ്മുടെ റോമിലുള്ള പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ ബൂട്ടപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ആ ഒരു ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഹാർഡ്വെയർ എല്ലാം ചെക്ക് ചെയ്യുന്നതും പിന്നീട് ഈ സോഫ്റ്റ്വെയറിനെല്ലാം ലോഡ് ചെയ്യുന്നത്.
അപ്പം അതിന് വേണ്ടിയിട്ടാണ് റീഡ് ഓൺലി മെമ്മറി ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? അടുത്തത്, ഇറ്റ് ചെക്സ് ദ കമ്പ്യൂട്ടേഴ്സ് ഹാർഡ്വെയർ ആൻഡ് ദെൻ ലോഡ്സ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റോം ആണ് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ചെക്ക് ചെയ്യുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റം പിന്നീട് ലോഡ് ചെയ്യുന്നതും. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നടക്കുന്ന പ്രോഗ്രാം, അതായത് ആ ബൂട്ടപ്പ് പ്രോഗ്രാമിന് നമ്മളെ സഹായിക്കുന്നത് റീഡ് ഓൺലി മെമ്മറിയാണ്. ഇറ്റ് ഈസ് സ്ലോവർ ദാൻ റാം. റാൻഡം ആക്സസ് മെമ്മറിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത് സ്ലോവർ ആണ്. There are some modified types of ROM that include. റോമിൻ്റെ കുറച്ച് മോഡിഫൈഡ് ടൈപ്സ് ഉണ്ട്. അതാണ് നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. 3 എണ്ണമാണ് ഉള്ളത്. അതിൽ ആദ്യത്തേതാണ് പ്രോം, നെക്സ്റ്റ് വൺ ഇ പ്രോം, നെക്സ്റ്റ് വൺ ഇ പ്രോം. ഇനി ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രോം എന്ന് പറയുമ്പോൾ പ്രോഗ്രാമബിൾ റോം വിച്ച് ക്യാൻ ബി പ്രോഗ്രാംഡ് ഓൺലി വൺസ്. പ്രോഗ്രാമബിൾ റോമിനെയാണ് നമ്മൾ പ്രോം എന്ന് പറയുന്നത്. അത് ഒരിക്കൽ മാത്രമേ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ കഴിയൂ. പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു ചേഞ്ച് ഒന്നും അതിന് വരുത്താൻ സാധിക്കില്ല. അടുത്തത് ഇ പ്രോം, ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം that can be erased using ultraviolet radiation and can be programmed using special electronic circuits. അപ്പോൾ ഈ പ്രോം എന്ന് പറയുന്നത് എന്താ? ഇറേസബിൾ പ്രോഗ്രാമബിൾ റോമിനെയാണ് നമ്മൾ ഈ പ്രോം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് അൾട്രാവയലറ്റ് റേഡിയേഷൻ ഉപയോഗിച്ച് ഇറേസ് ചെയ്ത് കളയാം. അതിനുശേഷം സ്പെഷ്യൽ ഇലക്ട്രോണിക് സർക്യൂട്ട് ഉപയോഗിച്ച് വീണ്ടും പ്രോഗ്രാം ചെയ്യും. അതായത് ഇറേസ് ചെയ്യുകയും ചെയ്യാം, വീണ്ടും അതിനെ റീപ്രോഗ്രാം ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഇ പ്രോം എന്ന് പറയുന്നത്, ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. അടുത്തത് ഇ പ്രോം, അതെന്താണ് നോക്കാം. ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം, അതിനെയാണ് നമ്മൾ ഇ പ്രോം എന്ന് പറയുന്നത്. വിച്ച് ക്യാൻ ബി ഇറേസ്ഡ് ആൻഡ് റീ റിട്ടേൺ ഇലക്ട്രിക്കലി. അതായത് ഇലക്ട്രിക്കലി തന്നെ അതിനെ ഇറേസ് ചെയ്യാനും അതുപോലെ തന്നെ റീ റിട്ടേൺ ചെയ്യാനും സാധിക്കും. ഇതൊക്കെയാണ് മോഡിഫൈഡ് ടൈപ്സ് ഓഫ് റോം എന്ന് പറയുന്നത്. അടുത്തത്, ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു റാം എന്താണ്, റോം എന്താണെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസൺ ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതേ പോയിന്റ്സ് തന്നെയാണ് വരുന്നത്. എന്നാലും നമുക്ക് ഒന്നുകൂടി വായിക്കാം. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ റോം. റോമിനേക്കാളും ഫാസ്റ്റർ ആണ്. റോം ഇറ്റ് ഈസ് സ്ലോവർ മെമ്മറി. ഒരു സ്ലോവർ മെമ്മറിയാണ് റീഡ് ഓൺലി മെമ്മറി. ദെൻ റാം ഇറ്റ് സ്റ്റോർസ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ വെൻ ദ കമ്പ്യൂട്ടർ ഈസ് ഫംഗ്ഷനിങ്. കമ്പ്യൂട്ടർ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും ഡാറ്റാസൊക്കെയാണ് റാമിൽ ഉണ്ടാകുന്നത്. അതേസമയം റോമിൽ എന്താ ഉണ്ടാവുന്നത്? ഇറ്റ് സ്റ്റോർസ് ദി പ്രോഗ്രാം റിക്വയർഡ് ടു ബൂട്ട് ദ കമ്പ്യൂട്ടർ ഇനിഷ്യലി. കമ്പ്യൂട്ടർ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു പ്രോഗ്രാമാണ് റോമിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുന്നത്. ദെൻ റാം ഇറ്റ് അലൗസ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. റീഡിങ്ങും റൈറ്റിങ്ങും റാൻഡം ആക്സസ് മെമ്മറിയിൽ അലൗ ചെയ്യുന്നുണ്ട്. റീഡ് ഓൺലി മെമ്മറി എന്താണ്? ഇറ്റ് യൂഷ്വലി അലൗസ് റീഡിങ് ഓൺലി. റീഡിങ് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ദെൻ റാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടൻസ് എല്ലാം ലോസ്റ്റ് ആവും. റോമിലേക്ക് വന്നു കഴിഞ്ഞാലോ ഇറ്റ് ഈസ് നോൺ വോളറ്റൈൽ. ദാറ്റ് ഈസ് ഇറ്റ്സ് കണ്ടൻസ് ആർ റീറ്റെയിൻഡ് ഈവൻ വെൻ ദ ഡിവൈസ് ഈസ് പവേർഡ് ഓഫ്. പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കണ്ടൻസ് ഒന്നും നഷ്ടപ്പെടുന്നില്ല. അതാണ് റോം എന്ന് പറയുന്നത്. അപ്പോൾ റാമും റോം എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ കമ്പാരിസൺ ടേബിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഇതുപോലെ പോയിന്റ്സ് നമ്മൾ ഉറക്കി വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ പതിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ആ പോയിന്റ്സ് എല്ലാം അന്ന് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത് കാഷ്യ മെമ്മറി. ഇപ്പോൾ മൂന്നാമത്തെയാണ് കാഷ്യ മെമ്മറി എന്ന് പറയുന്നത്. കാഷ്യ മെമ്മറി ഈസ് എ സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ ദ പ്രോസസ്സർ ആൻഡ് റാം. റാമിനും പ്രോസസ്സറിനും ഇടയിലുള്ള വളരെ ചെറുതായിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയാണ് കാഷ്യ മെമ്മറി എന്ന് പറയുന്നത്. ഫ്രീക്വൻലി ആക്സസ്ഡ് ഡാറ്റ, ഇൻസ്ട്രക്ഷൻസ്, ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ് എക്സെട്ര ആർ സ്റ്റോർഡ് ഇൻ എ കാഷ്യ മെമ്മറി ഫോർ ക്വിക്ക് ആക്സസ്. വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ്, ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ് ഇവിടെ എല്ലാം എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? കാഷ്യ മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം. ഉദാഹരണമായി നിങ്ങൾ പഠിക്കുന്നു അല്ലെ, നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ടേബിൾ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുന്നത്? നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ടെക്സ്റ്റ് ബുക്ക്, പെൻ, അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും അല്ലേ. അതായത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് അതെല്ലാം ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലത്തായിരിക്കും വെക്കുന്നത്. എന്നാൽ മാത്രമേ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പെന്നെടുത്ത് നോട്ട് ചെയ്യാനും മാർക്ക് ചെയ്യാനൊക്കെ സാധിക്കൂ. ഇല്ല എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് കൊണ്ട് മറ്റൊരു റൂമിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ടേബിളിൽ നിന്ന് ആ റൂം വരെ നിങ്ങൾ പോകേണ്ടതായിട്ട് വരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ ക്വിക്കായിട്ട് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ടേബിളിൽ തന്നെ ആയിരിക്കും അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കേസിലും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഡാറ്റാസ്, അതുപോലെ ഇൻസ്ട്രക്ഷൻസ്, ഇന്റർമീഡിയറ്റ് റിസൾട്ട്, ഇതെല്ലാം നമ്മൾ എവിടെയായിരിക്കും?
ക്യാഷെ മെമ്മറിയിലായിരിക്കും. ദെൻ വെൻ ദ പ്രോസസ്സർ നീഡ്സ് ടു റീഡ് ഫ്രം ഓർ റൈറ്റ് ടു എ ലൊക്കേഷൻ ഇൻ റാം, it first checks whether a copy of that data is in the cache. If so, the processor immediately reads the cache, which is much faster than reading from RAM. നേരത്തെ പറഞ്ഞ ഒരു റിയൽ ലൈഫ് എക്സാമ്പിളായിട്ട് കണക്ട് ചെയ്തത് പഠിക്കുക. ഈ പോയിന്റ് നോക്കുക. അതായത് പ്രോസസ്സറിന് റാമിൽ നിന്ന്, നമ്മുടെ റാൻഡം ആക്സസ് മെമ്മറിയിൽ നിന്ന് ഒരു റീഡ് ഓപ്പറേഷനോ അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷനോ നടത്തണമെന്ന് വിചാരിക്കാം. അപ്പോൾ പ്രോസസ്സർ ആദ്യം ചെക്ക് ചെയ്യുന്നത് എവിടെയായിരിക്കും? നമുക്ക് വേണ്ട ഡാറ്റയുടെ ഒരു കോപ്പി ക്യാഷിലുണ്ടോ എന്ന് നോക്കും. ഇപ്പോൾ ക്യാഷിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യാഷ് ചെയ്യുന്ന ആ ഡാറ്റ റീഡ് ചെയ്യും. അതേസമയം ക്യാഷിൽ ഇല്ലെങ്കിലോ എന്താ ചെയ്യുന്നത്? റാമിലേക്ക് പോകേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ക്യാഷിൽ നിന്ന് റീഡ് ചെയ്യുന്നത് എപ്പോഴും റാൻഡം ആക്സസ് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റ് ആയിട്ടായിരിക്കും. മനസ്സിലായോ? ദ പ്രോസസ്സർ ഇമ്മീഡിയറ്റ്ലി റീഡ്സ് ദ ക്യാഷെ വിച്ച് ഈസ് മച്ച് ഫാസ്റ്റർ ദാൻ റീഡിങ് ഫ്രം റാം. റാമിൽ നിന്ന് റീഡ് ചെയ്യുന്നതിനെക്കാട്ടും എളുപ്പത്തിൽ സ്പീഡിൽ ക്യാഷിൽ നിന്ന് ആക്സസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ക്വിക്ക് ആക്സസിന് വേണ്ടി നമുക്ക് വേണ്ട ഡാറ്റാസും ഇൻസ്ട്രക്ഷൻസും ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സും എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ക്യാഷെ മെമ്മറിയിലായിരിക്കും. Then commonly used cache memories and their capabilities are level 1 cache, level 2 cache, level 3 cache and level 4 cache. അതായത് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ക്യാഷെ മെമ്മറിയും അതിൻ്റെ കപ്പാസിറ്റി ലെവൽസാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതായത് ലെവൽ 1 ക്യാഷെ എന്ന് പറയുന്നത് 128 KB ആയിരിക്കും അതിൻ്റെ കപ്പാസിറ്റി. ലെവൽ 2 ക്യാഷെ എന്ന് പറയുമ്പോൾ 1 MB ആയിരിക്കും അതിൻ്റെ കപ്പാസിറ്റി. ലെവൽ 3 എന്ന് പറയുമ്പോൾ 8 MB ആയിരിക്കും കപ്പാസിറ്റി. ലെവൽ 4 ക്യാഷെ എന്ന് പറയുമ്പോൾ 128 MB വരെ ആയിരിക്കും അതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇത്രയൊക്കെയാണ് പ്രൈമറി മെമ്മറിയിൽ വരുന്ന ടോപ്പിക്സ്. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അതായത് മെമ്മറി എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. പ്രൈമറി മെമ്മറി അതുപോലെ തന്നെ സെക്കൻഡറി മെമ്മറി എങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ പ്രൈമറി മെമ്മറി എന്താണെന്ന് നോക്കി, സെക്കൻഡറി മെമ്മറി എന്താണെന്ന് നോക്കി. പ്രൈമറി മെമ്മറിയിൽ തന്നെ നമുക്ക് പ്രൈമറി സ്റ്റോറേജിൽ തന്നെ വീണ്ടും റാൻഡം ആക്സസ് മെമ്മറി ഉണ്ട്, അതുപോലെ റീഡ് ഓൺലി മെമ്മറി ഉണ്ട്, ദെൻ ക്യാഷെ മെമ്മറി ഉണ്ട്. റോമിൽ തന്നെ വീണ്ടും നമുക്ക് 3 ഡിവിഷൻ നമ്മൾ പഠിച്ചു: പ്രോം, EEPROM ആൻഡ് EEPROM. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തത്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നാളത്തെ ക്ലാസ്സിൽ സെക്കൻഡറി ഓർ ഓക്സിലറി മെമ്മറി ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം +1 പഠിക്കുന്ന നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യണേ. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്